ആണ് ഇതാണ് ഡെക്കാത്തലോണിൻ്റെ 6000 രൂപയുടെ ഡിപ്സ് ബാർ. ഏകദേശം 5999 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ ഡെക്കാത്തലോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു ഫിറ്റ്നസ് എക്യുപ്മെൻ്റ് ആണ്. മെയിനായിട്ട് കലിസ്തനിക്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ റിവ്യൂ ആൻഡ് അൺബോക്സിങ് വീഡിയോ. എന്തായാലും നിങ്ങൾ ഒരു പുതുതായിട്ട് ഈ ഡിപ്സ് ബാർ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ആ റബ്ബർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ അടികളത്തെ പോർഷനിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇത് ഈ റബ്ബറിൻ്റെ അകത്തും ഒരു ലോക്ക് ചെയ്യാനായിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും താഴെയും മേളിലും ആയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ തന്നെ മണ്ടയിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതി. ആ ലോക്ക് അതിനകത്തോട്ട് വീഴാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആണ്ടെ വീണു. സിമ്പിളായിട്ട് തന്നെ അത് ഫിറ്റ് ചെയ്യുക. അങ്ങനെ പോത്തൊന്നുമില്ല, ലോക്കായി. ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്, അത് ലൂസാക്കുക. എന്നിട്ട് നമ്മൾ ഡിപ്സ് ബാറിൻ്റെ ടോപ്പിലെ പോർഷൻ എടുക്കുക. അതിൻ്റെ അതൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് കണക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അവിടെ അതെടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെക്കുക. മറ്റത് പയ്യെ ഇവിടെ പ്രസ് ചെയ്യുക. വേണ്ടേ, അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ അതിരുന്നോളൂ. ഇവിടെ വീണ് കഴിഞ്ഞാൽ അത് ലോക്ക് വീണു. പിന്നെ നമ്മൾ ഈ ബാക്കിൽ ഈ ലോക്ക് ടൈറ്റായി കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡിപ്സ് ബാറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനൊരു 4 ലെവൽ ഓഫ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ 93 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഹൈറ്റ് 93 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വരുന്നത് 161 സെൻറ്റിമീറ്റർ ആണ്. അപ്പം കുറച്ചും കൂടെ ഒരു 6 ഫീറ്റുള്ള ഹൈറ്റുള്ള ഒരാൾക്ക് നാണ്ട് 93 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണത്തില്ല. പിന്നെ ഇതിൻ്റെ ലോവസ്റ്റ് ഹൈറ്റ് 72 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 79 സെൻറ്റിമീറ്റർ, 86 സെൻറ്റിമീറ്റർ, പിന്നെ ലാസ്റ്റ് 93 സെൻറ്റിമീറ്റർ. അങ്ങനെ 4 വേരിയേഷനുണ്ട്. ഇവിടെ തന്നെ ഒരു സ്വിച്ച് കണക്കൊരു സാധനമുണ്ട്, നമുക്കതനുസരിച്ച് പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മാക്സിമം കപ്പാസിറ്റി 130 കിലോ വരെ ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 130 kg വരെ ഇതിന് വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിയിലത്തെ ഈ സ്റ്റാൻഡ് നമുക്ക് തിരിച്ച് വെക്കാൻ പറ്റും. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇത് കട്ടിലിൻ്റെ അടിയിലൊക്കെ കയറ്റി വെക്കാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോറേജ് ഇഷ്യൂവും വരത്തില്ല. അപ്പം ഇത്രയും സ്പേസ് പോകുമെന്നുള്ളൊരു പേടിയും വേണ്ട. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റലിൻ്റെ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റലാണ്. അതെന്തായാലും നിങ്ങൾക്ക് ഒരു ലോങ് ഡ്യൂറേഷനിൽ എന്തായാലും ഒരു വലിയ പ്രോബ്ലം കാണത്തില്ല. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെഗ് നീളം കൂടുതലും ഒരു ലെഗ് നീളം കുറവുമാണ്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ നീളം കൂടിയ ലെഗിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും വർക്കൗട്ട് ചെയ്യുക. അതായത് ഫ്രണ്ട് ലിവർ, ബാക്ക് ലിവർ അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഇപ്പുറത്ത് നിന്ന് നമുക്ക് ചെയ്താലുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിങ്ങനെ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതെന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള ഓവറോൾ നോക്കുമ്പോൾ ഇതെന്തായാലും അടിപൊളിയാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് ലിവറും ബാക്ക് ലിവറൊക്കെ ഞാൻ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു മറിയുന്ന ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഡിപ്സ് ബാർ ആർക്ക് ഇപ്പോൾ യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു കാലിസ്റ്റനിക്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനായിട്ടൊരു എക്യുപ്മെൻറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്.
അപ്പോൾ നിങ്ങൾക്കിത് ഡെക്കാത്തോളൻ്റെ സ്റ്റോറിൽ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, അതുവഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കലിസ്റ്റനിക്കിൻ്റെ സ്കില്ലുകളൊക്കെ അൺലോക്ക് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഒരുപാട് സ്കില്ലുകളൊക്കെ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ തന്നെ ഫ്രണ്ട് ലിവർ, ബാക്ക് ലിവർ, പിന്നെ എൽസിറ്റ്, മസിലപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് വെച്ച് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരുപാട് സ്കില്ല് ഇപ്പോൾ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്കൊന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ.